ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗ്ലോ സ്റ്റിക്സ്. നിങ്ങളിത് പലരും നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിന് കുറേ അധികം പേരുണ്ട്. ഇതിന് ഗ്ലോ സ്റ്റിക്ക് എന്ന് പറയും, അതോ ലൈറ്റ് സ്റ്റിക്ക് എന്ന് പറയും, ലൈറ്റ് വാൻഡ് എന്ന് പറയും, അതോടൊപ്പം ലൈറ്റ് റോഡ് എന്ന് പറയും, റേവ് ലൈറ്റ് എന്ന് പറയും, കെം ലൈറ്റ് എന്ന് പറയും. ഇങ്ങനെ കുറേ അധികം പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണിത്, ഈ ഗ്ലോ സ്റ്റിക്ക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇത് ബർത്ത്ഡേ പാർട്ടീസിലും എൻ്റർടൈൻമെൻറ്റൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ശരിക്കും 1971 ഇത് കണ്ടുപിടിച്ചപ്പോൾ എന്തിനു വേണ്ടി കണ്ടുപിടിച്ചെന്നറിയാമോ? ഇത് മെയിൻലി മിലിറ്ററിക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ച. മിലിറ്ററിയിൽ വാർ ഫീൽഡിലൊക്കെ പോകുമ്പോൾ കാട്ടിലായിരിക്കും, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കണ്ടുപിടിച്ചൊരു വസ്തുവാണ് ഈ ഗ്ലോ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് മിലിറ്ററിക്കാർ മാത്രമല്ല കേട്ടോ, ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരില്ലേ, കടലിനടിയിലൊക്കെ മുങ്ങി പോകുന്ന ആൾക്കാർ, റിസർച്ചിനൊക്കെ പോകുന്ന ആൾക്കാർ, അവർ ഉപയോഗിക്കും. കാരണം കടലിൻ്റെ അടിയിൽ വെള്ളത്തിൽ വീണാലും ഇതിൻ്റെ ലൈറ്റ് കത്തും. കാരണം ഇതിന് ബാറ്ററി ഒന്നും വേണ്ട, ഇത് എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പം അത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ ഗ്ലോ സ്റ്റിക്സ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കും. ഇനി ഇതിലൊരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ അകത്ത് ഒരു കെമിക്കലുണ്ട്, 2-3 കെമിക്കൽസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതിന് പറയുന്ന പ്രവർത്തനമാണ് കെമിലൂമിൻസെൻസ് എന്ന് പറയും, കെമിലൂമിൻസെൻസ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതിങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ലാബിൽ, ഒരു ലബോറട്ടറിയിൽ നമ്മളത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് കെമിലൂമിൻസെൻസ് എന്ന് പറയുമ്പോൾ ജീവനുള്ള ഓർഗാനിസംസ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഓർഗാനിസംസ് ഈ ലോകത്തുണ്ട്. അതിന് പറയുന്നതാണ് ബയോലൂമിൻസെൻസ് പറയും. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ കുംബിളിംഗ് നൈറ്റ്സ് കണ്ടിട്ടില്ലേ? കുംബിളിംഗ് നൈറ്റ്സിൽ കവർ എന്ന് പറഞ്ഞ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? വെള്ളം ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഒരു നീല കളർ, ഫ്ലൂറസെൻറ്റ് കളർ വരുന്നത്, അത് കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് അതിന് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ആ ടെക്നോളജി തന്നെയാണ് ഈ ഗ്ലോ ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജി എന്ന് പറയുന്നത്, ഗ്ലോ ലൈറ്റ്. ഇനി ഈ ഗ്ലോ സ്റ്റിക്ക്, ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഈ ഗ്ലോ സ്റ്റിക്ക് എങ്ങനെ വർക്ക് ചെയ്യണേ? ഇതിൻ്റെ വർക്കിംഗ് ആണെങ്കിൽ ആൻ്റണി ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തേ. ഓക്കെ, ഇങ്ങനെ നോക്കിയോ, ഇത് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. ഐ ബ്രേക്ക് ദിസ് വൺ. ഞാനിങ്ങനെ ഓടിച്ച് കഴിയുമ്പോൾ കണ്ട വെട്ടം വരും. ഇതിൻ്റെ അകത്തുള്ള പല കെമിക്കൽസ് എന്ന് പറയുന്നത് അത് ഒരുമിച്ച് ചേർന്ന് അതിങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. നൗ സി ഇറ്റ് ക്ലോസ്. എ ഗ്ലോ സ്റ്റിക്ക് നെവർ ലൈറ്റ്സ് until it breaks. A glow stick doesn't work until it breaks. അങ്ങനെ പറയാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യണോ, ഈ ഗ്ലോ സ്റ്റിക്ക് വർക്ക് ചെയ്യണോ, നിങ്ങളിത് ഒടിക്കണം, നന്നായിട്ട് ഒടിക്കണം. ഇത് വെറുതെ വെച്ചാലോ ഒന്നും സംഭവിക്കില്ല. എക്സാക്ട്ലി ലൈക്ക് ദിസ്. ഇൻ ദ ഗോസ്പലിൽ ജീസസ് നമ്മോട് എന്താ പറയണമെന്ന് അറിയാമോ? ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എൻ്റെ ലൈഫിനൊരു കുഴപ്പവും വരരുത്, ഒരു ബുദ്ധിമുട്ടും വരരുത്, ഞാൻ ഭയങ്കര സിമ്പിളായിരിക്കണം, എനിക്കൊരു തടസ്സവും പാടില്ല, വേദന പാടില്ല, പെയിൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാൽ വി വോണ്ട് ഗ്ലോ. നോ ഗെയിൻ. പെയിൻ ഇല്ലാതെ നോ ഗെയിൻ, നോ പെയിൻ നോ ഗെയിൻ എന്നാ പറയാം. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു, നിങ്ങൾ കുരിശെടുത്തിട്ട് വാ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിടാൻ തയ്യാറാവുമെന്ന് ഈശോ പറയാം. നിങ്ങൾ വിടാൻ തയ്യാറാവുമെന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈഫ് വിടുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കി, ഇറ്റ്സ് ജസ്റ്റ് എക്സാക്ട്ലി ലൈക്ക് മൈ ലൈഫ്. എൻ്റെ ലൈഫാണിത്. കാരണം എന്താണെന്ന് അറിയാമോ? ഇത് ലൈറ്റ് ഇടാൻ ഒരു സ്വിച്ച് ഒന്നുമില്ല. ലൈറ്റ് ഇഷ്ടമുള്ളപ്പോൾ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റൊന്നുമില്ല. വൺസ് ഇറ്റ് ഈസ് ഓൺ, ഇറ്റ് ഈസ് ഓൺ ടിൽ ഡെത്ത്. ഇത് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വൺ ടൈം യൂസ് ആണ്. അതിനുശേഷം ഇതങ്ങ് വലിച്ചെറിയാനേ പറ്റുള്ളൂ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നമ്മുടെ ലൈഫ്. നമുക്ക് ഒറ്റ ലൈഫുള്ളൂ ഭൂമിയിൽ, ഒറ്റ ലൈഫുള്ളൂ. ഒരു തവണ അത് ഓണായി പിന്നെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ലൈറ്റ് ഇങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായ? ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ അതോടെ തീർന്നു. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ് ഉണ്ടല്ലോ, ആ വെട്ടുണ്ടല്ലോ, ഇറ്റ് സ്റ്റിൽ റിമെയിൻസ്. സോ വാട്ട് ലീവ്സ്? ആ ലൈറ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ് മാത്രമാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒറ്റ തവണയുള്ള ലൈഫിൽ നിങ്ങൾ ഫുൾ ടൈം ഓൺ ആവുക. ആ വെട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും നമ്മുടെ പ്രകൃതിയും ലോകവും ഒക്കെ ആ വെട്ടത്തിൽ ജീവിക്കട്ടെ. സോ എല്ലാവർക്കും ഗ്ലോയിങ് സൺഡേ.